ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന അധ്യായമായിട്ടാണ്. പേര് പോലെ തന്നെ ഈ പാഠം എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഭരണഘടനയെ പറ്റിയ. ഏത് ഭരണഘടനയായിരിക്കും? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിൻ്റെ ചരിത്രങ്ങൾ, അതിൻ്റെ മൂല്യങ്ങൾ, സവിശേഷതകൾ തുടങ്ങിയൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഭരണഘടന എന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ പൗരന്മാർ പാലിക്കേണ്ട അടിസ്ഥാന നിയമങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഒരു രേഖയാണ്. ഇത് പാലിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് ശിക്ഷകളും കിട്ടും. അപ്പോൾ ഒരു രാജ്യത്ത് ഭരണഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയല്ലേ? ഇപ്പോൾ ഭരണഘടന ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഭരണഘടന ഉണ്ടായിട്ട് തന്നെ കൊലയും കൊലപാതകത്തിനൊന്നും കുറവില്ല. അപ്പോൾ ശിക്ഷയും കൂടി ഇല്ലെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ഭരണമായിരുന്നു ഏത് കാലത്തുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാരുടെ ഭരണം. നമ്മുടെ ചൂഷണം ചെയ്ത് നമ്മുടെ സമ്പത്തൊക്കെ അപഹരിച്ച് വെറും പണിയാളന്മാർ മാത്രമാക്കി മാറ്റുകയാണ് ആര് ചെയ്തത്? ബ്രിട്ടീഷുകാർ ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്കൊരു ഭരണഘടന വേണ്ടതും അതുപോലെ തന്നെ വിദേശികളാൽ ഭരിക്കപ്പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം നമ്മളാൽ തന്നെ ഭരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ആളുകളൊക്കെ ആർക്കെതിരെ തിരിയാണ്? ബ്രിട്ടീഷുകാർക്ക് എതിരെയായിട്ട് തിരിയാണ്. അങ്ങനെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാണ്. ഇതിൽ സമരത്തെ പറ്റി പറയുന്നുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് മതം ഒന്നും നോക്കാതെ എല്ലാ ആൾക്കാരും, പ്രാദേശിക ജനതയും രാജാവും തുടങ്ങിയ എല്ലാ ആൾക്കാരും ആർക്കെതിരെ തിരിയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാണ്. അതിന്റെ ഫലമായിട്ട് കുറച്ച് പ്രാദേശികമായ സംഘടനകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ ദേശീയ തലത്തിൽ സമരം ഒക്കെ നടത്താനായിട്ട് വന്നതാണ്. 1885 പ്രാദേശികമായിട്ട് പറയുമ്പോൾ ആരൊക്കെ പറയാം? ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മദ്രാസ് നേറ്റീവ് അസോസിയേഷനും, അതുപോലെ തന്നെ പൂനെ സാർവജനിക സഭയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് 1ാം സ്വാതന്ത്ര്യ സമര പ്രതി ഉണ്ടായ പ്രാദേശികമായ സംഘടനയാണ്. ഇനി നമ്മൾ പറഞ്ഞു 1885 എന്ത് വരികയാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ സമരത്തിനൊക്കെ ആഹ്വാനമൊക്കെ എടുത്തുകൊണ്ട് ആര് വരികയാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് വരികയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് വരുമ്പോൾ തന്നെ വിദേശികളുടെ ഈ ഭരണത്തിനെതിരായിട്ട് ഒരു ദേശീയ തലത്തിൽ, അതുവരെ പ്രാദേശിക തലത്തിലാണ് ഉണ്ടായിരുന്നത്, ദേശീയ തലത്തിൽ എന്ത് വരുവാണ്? കൂടുതൽ പ്രാധാന്യങ്ങളും ഇവര് ഭരിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയാണ്. പിന്നീട് ഇതിലേക്ക് ആര് വരികയാണ്? ഗാന്ധിജി വരുവാണ്. ഗാന്ധിജി വരുമ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാ മേഖലയിൽ നിന്നും ഗാന്ധിജിയോടൊപ്പം അണിനിരക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? ഗാന്ധിജിയുടെ സമരമുറകളൊക്കെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോ 1950 ജനുവരി 26 ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു 2.5 വർഷക്കാലം നമുക്ക് എന്ത് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്? ഏത് നിയമങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇത് പ്രകാരമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ റിപ്പബ്ലിക് ആവുന്നതിന് അതൊട്ട് മുമ്പ് വരെ നമ്മൾ ഈ നിയമമാണ് ഫോളോ ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് നമുക്ക് നോക്കിയാലോ. ആ സമയത്ത് 321 വിഭാഗങ്ങളും 10 പട്ടികകളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും തൊഴിലാളികൾക്കുമായിട്ട് മണ്ഡലങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക മണ്ഡലങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം ഒരു അധികാര വിഭജനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിന് ദ്വിമണ്ഡല സഭയുണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 പ്രവിശ്യകളിലായിട്ട് ഒരു ദ്വിമണ്ഡല സഭ ആ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറുന്നതിനെ പറ്റി ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു നിയമ സംഹിത എന്നത്. അതായത് ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു നിയമസംഹിത വേണം. അത് തയ്യാറാക്കാനായിട്ട് ആര് വരികയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി. ഇത് ഭരണഘടനയല്ല, മറിച്ച് ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു സമിതിയാണ്. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഇതിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചത് 1949 നവംബർ 26 തുടർന്ന് ഇത് നിലവിൽ വന്നത് 1950 ജനുവരി 26. അതായത് അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ആയതെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്.
ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു കാലയളവ് എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 17 ദിവസങ്ങളുമാണ് ഇത് ഉണ്ടായിരുന്നത്. ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, ഒരുപാട് വൈവിധ്യങ്ങൾ, ചരിത്രപരവും സാംസ്കാരികപരവും ഒക്കെ ആയിട്ട് എന്താണ്, പ്രാദേശികപരമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജ്യത്ത് ഇവർക്കൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് ഒരു ഭരണഘടന തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യങ്ങളൊന്നും അല്ല. അതിനായിട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള അംഗങ്ങൾ എന്താണ്, ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണഘടനയിൽ നിന്ന് ഗുഡ് പോയിന്റ്സ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 നമ്മൾ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും അതുപോലെ തന്നെ 395 അനുച്ഛേദങ്ങളും അതുപോലെ തന്നെ 8 പട്ടികകളും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ നമുക്ക് പാർലമെന്ററി ജനാധിപത്യം പറയാം. പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഭരണവിഭാഗത്തിനെ ആര് നിയന്ത്രിക്കുന്നു, ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യമാണ് ജനങ്ങളുടെ പരമാധികാരം. അതായത് എല്ലാ അധികാരങ്ങളും, രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ആരിൽ നിന്നാണ്, ജനങ്ങളിൽ നിന്നാണ്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് മൗലിക അവകാശങ്ങളും മൗലിക കടമകളും. പേരിൽ സാമ്യം ഉണ്ടെങ്കിൽ എന്താണ്, ഇത് രണ്ടും രണ്ടാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രം എല്ലാ വ്യക്തികൾക്കും നൽകുന്ന, ഓരോരോ വ്യക്തികൾക്കും വെച്ച് എല്ലാവർക്കും നൽകുന്ന ചില പ്രത്യേക അവകാശങ്ങളാണ് ആര് നൽകുന്നത്, രാഷ്ട്രം ഓരോ വ്യക്തികൾക്കും നൽകുന്നത്. ഇനി മൗലിക കടമകൾ എന്ന് പറയുന്നത് നമ്മുടെ കടമകളാണ്. അതായത് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും അതുപോലെ തന്നെ സമൂഹത്തോടും പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളാണ്. അതായത് സാമൂഹികവും സാമ്പത്തികവുപരമായ ഈ അവകാശങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് നിയമവാഴ്ച. അതായത് എല്ലാവരും എന്താണ്, നിയമത്തിന് വിധേയരാണ്. പക്ഷെ എന്താണ്, നിയമത്തിന് ആരും അതീതരല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നിയമങ്ങൾ നിർമ്മിക്കുന്ന ആരാണ്, നിയമനിർമ്മാണ വിഭാഗം. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്, കാര്യനിർവഹണ വിഭാഗം. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറി നിൽക്കുന്ന, അതായത് നിയമങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഭരണമൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ അതിനോട് വിധേയത്വം കാണിക്കാതെ മാറി നിൽക്കുന്ന സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. മറ്റു 2 പ്രത്യേകതകളാണ് ഫെഡറലിസവും അതുപോലെ തന്നെ ഏകപൗരത്വവും. എന്താണ് ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫെഡറലിസം എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായിട്ട് എന്ത് നൽകുന്നു, അധികാരം വിഭജിച്ച് നൽകുന്നു. ഇനി ഏകപൗരത്വം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് എന്താണ്, ഒറ്റ പൗരത്വം ഉള്ളൂ. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് എന്താ, പ്രത്യേക പൗരത്വം ഒന്നുമില്ല, രാജ്യത്ത് ആകെ ഒറ്റ പൗരത്വം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. നമ്മുടെ ഭരണഘടനയിൽ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അത്തരത്തിലൊന്നാണ് എന്ത്, പോക്സോ ആക്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോക്സോ? ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ അതിനൊക്കെ പരിഹാരം കാണുന്ന ഒരു ആക്ടാണ് പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അപ്പോൾ ഇത് അനുസരിച്ച് എന്താണ്, 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും എന്താണ്, കുട്ടികളായിട്ട് പരിഗണിക്കുന്നു. നമ്മുടെ ഈ സമൂഹത്തിൽ കുട്ടികൾക്കും എന്താണ്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നല്ല നീറ്റായിട്ടുള്ള, നല്ല സുരക്ഷിതമായ, ഭയരഹിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആർക്കും അവകാശമുണ്ട്, കുട്ടികൾക്കും അവകാശമുണ്ട്. അവർക്കെതിരായിട്ടുള്ള ഒരു മോശമായ സ്പർശനമാണെങ്കിൽ പോലും അരുതെന്ന് പറയാനും ഉദ്യോഗസ്ഥരോട് കംപ്ലൈന്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യരുത്, മടിക്കാൻ പാടില്ല. 19ാമത്തെ വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് യൂണിറ്റിനോ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന, ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് പറയുന്ന പേരെന്താണ്, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഈ നിയമം എന്താണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്ന വഴിത്താരയിലുള്ള ഓരോരോ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഓരോരോ മാറ്റങ്ങളാണ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ആദ്യത്തെ ഭേദഗതി 51-ലായിരുന്നു. ഇതനുസരിച്ച് ഉണ്ടാവും ആദ്യം 8 പട്ടികയായിരുന്നു, 9 പട്ടികകളാക്കി. 42ാം ഭരണഘടനാ ഭേദഗതിയിലോ 1976-ലാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത തുടങ്ങിയവ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. 44 എന്താണ്, സ്വത്തവകാശം എന്തായി, മൗലിക അവകാശം അല്ലാതെയായി മാറ്റി. ഇനി 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം 73 അനുസരിച്ച് പഞ്ചായത്ത് രാജും 74 അനുസരിച്ച് നഗരപാലിക സിസ്റ്റവും വന്നു.
2002 എന്താണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറി. 2016 എന്താണ് 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി അഥവാ GST വന്നു. പ്രധാനപ്പെട്ട ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇതനുസരിച്ച് എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്തരുത് എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസ്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇത് ഉൾപ്പെടുത്തിയത് എത്രയാണ്? ആർട്ടിക്കിൾ 21A പ്രകാരമാണ് ചേർത്തിരിക്കുന്നത്. ഇതനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ എല്ലാ കുട്ടികളെ എന്താണ് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം ഇത് ഉറപ്പു നൽകുന്നുണ്ട്. ഇനി ചെറു ഭരണഘടന, അതായത് നമ്മൾ 42 ഭരണഘടനാ ഭേദഗതിയെ പറ്റി കുറച്ചു മുമ്പ് ഒരു ചിത്രത്തിൽ കണ്ടിരുന്നല്ലേ. ഇതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്ത് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഭരണഘടനയിൽ വേറെയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു സുപ്രധാനപ്പെട്ട ഭേദഗതിയാണ്. അതുകൊണ്ട് ഇതെന്താണ് അറിയപ്പെടുന്നത്? ഈ ഭേദഗതിയെ ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ നോക്കിയത്. എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വഴി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വഴി കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വരാം.